ഹായ് ഗൈസ്, സെൽഫി സ്റ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞതുമാതിരി ഇപ്പോൾ പുതിയ തലമുറയിലേക്ക് മാറിയപ്പോൾ ഫ്രൂട്ട്സിന്റെ കച്ചവടമൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഇപ്പോൾ കസ്റ്റമേഴ്സിനാണ്. പുതുതായിട്ട് വരുന്ന തലമുറക്ക് ഇതിൽ നല്ലത് ഏതാണെന്നോ ചീത്ത ഏതാണെന്നോ ഒന്നും വലിയ പിടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ 1 കിലോ ഓറഞ്ച് ചോദിക്കുന്ന ഒരാളോട് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തോ എന്നും പറഞ്ഞ് നമ്മുടെ ബാസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 ഓറഞ്ചൊക്കെ തിരിഞ്ഞ് പിടിച്ച് ഞെക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് 1 കിലോ ഓറഞ്ച് നമുക്ക് അതിൽ നിന്ന് എടുത്ത് തരുന്നുണ്ടാവുക. സത്യത്തിൽ ഈ 1 കിലോ ഓറഞ്ച് അവരെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തട്ടിൽ കിടക്കുന്ന ഒരുപാട് ഓറഞ്ചുകൾക്ക് ക്ഷതം വന്നിട്ടുണ്ടാവും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുവിധം കഴിയുമെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സുകൾക്ക് നമുക്ക് കേടുപാട് കൂടാതെ സൂക്ഷിക്കാം. അതുപോലെ മാങ്ങയുടെ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ പറയുകയേ വേണ്ട. മാങ്ങ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ആ മാങ്ങയുടെ പണി തീരും. അടുത്ത ആള് വന്നിട്ട് ആ മാങ്ങ എടുക്കുമ്പോൾ ഇത് പഴുപ്പ് അധികമായി പോയല്ലോ എന്നൊക്കെ പറയും. 1 കിലോ മാങ്ങ ഒരാൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് മാങ്ങ ഞെക്കി നോക്കി എടുത്ത് വെച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ 2-3 കിലോ മാങ്ങ ചിലപ്പോൾ ക്ഷതം വന്ന് പോയിട്ടുണ്ടാവും. ഒരാൾ ഞെക്കി വെച്ച മാങ്ങ അടുത്ത ആള് വന്നാൽ ഞെക്കിയ ഭാഗത്ത് തൊടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാലോ. അവിടെ ഇങ്ങനെ ലൂസ് ആയിട്ടിരിക്കും. ആ ലൂസായ മാങ്ങ പിന്നെ വരുന്ന ആള് എടുക്കൂല. അയാൾ അടുത്ത മാങ്ങ എടുത്ത് ഞെക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മള് മാങ്ങ കച്ചവടം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾ എന്തായാലും മാങ്ങ ഞെക്കി നോക്കിയാണ് എടുക്കുക. അപ്പോൾ നല്ല മാങ്ങ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ നഷ്ടമാവും. അതുപോലെ തന്നെയാണ് മുന്തിരിയുടെ കാര്യവും. മുന്തിരി നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന് അതിന്റെ ഇടയിൽ നിന്നും അടിയിൽ നിന്നൊക്കെ വലിച്ചു ഊരാനായിരിക്കും താല്പര്യം. മുന്തിരി നമ്മൾ സൂക്ഷിച്ചെടുത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യം ഒന്നാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമേഴ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാതെ ഫ്രൂട്ട്സ് നമ്മൾ തന്നെ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ കാര്യം. ഇതില് വലിയ രസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ മാങ്ങയിലും അതുപോലെ കസ്റ്റേർഡ് ആപ്പിൾ ഉണ്ടല്ലോ, നമ്മുടെ സീതപ്പഴം, അതിലൊക്കെ പിടിച്ച് ഞെക്കുമ്പോൾ നമ്മൾ അവരോട് ഞെക്കല്ലേ അത് ചീത്തയായി പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവം കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് നമ്മൾ അതിമേ ഞെക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു സമീപനം. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില ആൾക്കാർ ഈ മാങ്ങ എന്താ വില എന്നൊക്കെ ചോദിച്ച് 2 ഞെക്കൊക്കെ ഞെക്കിയിട്ട് പോണവരൊക്കെ ഉണ്ട്. അവരൊരു ഞെക്കിയിട്ട് പോകുമ്പോൾ അവരറിയണില്ല ഇതുകൊണ്ടുണ്ടാവുന്ന നമ്മുടെ നഷ്ടങ്ങൾ. അപ്പോൾ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുക. അതുവരേക്കും ബൈ ബൈ.